പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചുവല്ലോ. ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് ക്ലാസ് എടുക്കുന്ന കർത്താവിന്റെ ദാസൻ റവറൻഡ് ഡോക്ടർ സാക് വർഗീസ് ആണ്. അദ്ദേഹം സാധാരണയായി മൺഡേയിലാണ് എടുക്കുന്നത്. എന്നാൽ താൻ ചില യാത്രയിലായിരുന്നുകൊണ്ടാണ് ഇന്ന് എടുക്കുവാൻ മാറ്റിയത്. ദൈവം തന്നെ സഹായിച്ചുവല്ലോ. യാത്രയൊക്കെ അനുഗ്രഹമായി തിരികെ തന്റെ സ്ഥലത്ത് വരുവാൻ ഇടയായി തീർന്നു. ദൈവം തന്നെ സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിലത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കേണ്ടതിന് വളരെ അനുഗ്രഹിക്കപ്പെട്ട സബ്ജക്റ്റാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, എൻഡ് ടൈം ഇവന്റ്സ്. അത് ഏറ്റവും നല്ല രീതിയിൽ ഇന്ന് രാത്രിയിലും ക്ലാസ് എടുക്കുവാൻ കർത്താവ് തന്നെ ശക്തമായി ഉപയോഗിക്കേണ്ടതിന് നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്തിട്ട് ചുരുക്കമായി പ്രാർത്ഥിച്ചാണ് ഇന്നത്തെ ക്ലാസിന്റെ അനുഗ്രഹത്തിനായി. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല കർത്താവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു അപ്പാ. ഹല്ലേലൂയ. ഞങ്ങൾ കർത്താവേ, ഹല്ലേലൂയ, ഓൺലൈൻ കർത്താവ് ബൈബിൾകാസ്റ്റുമായി ഒരുമിച്ച് കൂടിയിരിക്കുന്നല്ലോ അപ്പാ. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കും സഹായിക്കും ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടുവണ്ണം അതിഗ്രഹിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് പകർന്നു തരുമാറാകണമേ. ഞങ്ങൾ എല്ലാ സ്റ്റുഡൻസിനെയും കർത്താവിന്റെ കരങ്ങളിൽ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പാ. അങ്ങയുടെ കൃപ വ്യാപരിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ആദ്യമുണ്ടെന്തോ കർത്താവ് ഞങ്ങളോട് കൂടെ ഇരിക്കുമാറാകണമേ അപ്പാ. സ്തോത്രം. ക്ലാസ് എടുക്കുന്ന ദാസൻ അങ്ങയുടെ കരങ്ങളിൽ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പാ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ കർത്താവചനത്തിന്റെ മർമ്മങ്ങളെ കർത്താവ് ഞങ്ങൾക്ക് പറഞ്ഞു തരുവാൻ തക്കവണ്ണം ഉയരത്തിലെ കൃപ പ്രിയദാസന്മേലും കർത്താവ് പകർന്ന് കർത്താവ് നാവോടും വായോടും കൂടി ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇതിന് ബൈബിൾ കോളേജിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദേവദാസന്മാരെ അങ്ങയുടെ കരങ്ങളിൽ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ഞങ്ങൾ എല്ലാവരെയും താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. താങ്ക് യു സിസ്റ്റർ ബിൻസി. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസൻ റവറൻഡ് ഡോക്ടർ സാക് വർഗീസിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ഈ സന്ധ്യാസമയം അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഭാരവാഹിയായി പ്രവർത്തിക്കുന്ന പ്രിയ ലാലു പാസ്റ്റർ, ഷാജി പാസ്റ്റർ, അതുപോലെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വിലയേറിയ കർത്തദാസന്മാർക്കും വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ യാത്രയിലായിരുന്നു. ഫ്ലൈറ്റ് തിരിച്ചു വരേണ്ട സമയത്തിന് വരാഞ്ഞതുകൊണ്ടാണ് ക്ലാസ് അന്നെടുക്കാൻ സാധിക്കാഞ്ഞത്. ഏതായാലും ഇന്ന് വീണ്ടും നിങ്ങളുമായിട്ട് കാണുവാനും ഈ ക്ലാസ് നമുക്ക് എടുക്കാനും കർത്താവ് കൃപ തന്നതിനായിട്ടും സമയത്തിനായിട്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം അന്ത്യകാല സംഭവങ്ങൾ, അതിനെക്കുറിച്ചുള്ള അന്ത്യകാല പ്രവചനങ്ങൾ. ഈ വിഷയമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിഷയങ്ങൾ നമ്മൾ പഠിക്കുന്നത് പ്രവചനങ്ങൾ എന്ന് പറയുമ്പോൾ വേദപുസ്തകത്തിൻ്റെ ആദ്യം മുതൽ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് വരെ ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ചില പുസ്തകങ്ങൾ ഈ വിഷയങ്ങൾ കൂടുതലായിട്ട് സംസാരിക്കുന്നുണ്ട്. എടുത്തതുകൊണ്ട് ആ 2-3 പുസ്തകങ്ങളാണ് നമ്മൾ സമയം അനുവദിക്കുന്ന രീതിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിലൊന്നാണ് ദാനിയേൽ പ്രവചനം. ദാനിയേൽ പ്രവചനത്തിൽ അന്ത്യകാലത്തെക്കുറിച്ച് അനേക കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അത് പഠിച്ച് അതിന് ശേഷമായിട്ട് നമുക്ക് ഈ ക്ലാസ്സിന് സമയമുണ്ടെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കുവാനും, അതുപോലെ കർത്താവിൻ്റെ ഈ ലോകത്തിലെ സമയത്ത് താൻ സംസാരിച്ച വിഷയങ്ങൾ മാത്യു 24 ഈ വിഷയങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്. എന്നാൽ ആദ്യമായിട്ട് ഈ ദാനിയേൽ പ്രവചനം നമ്മൾ പഠിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ദാനിയേൽ പ്രവചനം നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു 3 വിഷയങ്ങൾ. ഞാനൊരു മുഖവര എപ്പോഴും പറയുന്നതിൻ്റെ ഉദ്ദേശം, നിങ്ങൾ ചിലരൊരു പക്ഷെങ്കിൽ കംപ്ലീറ്റ് കേട്ടിട്ടില്ലായിരിക്കാം, ചിലരെ എല്ലാ ഭാഗങ്ങളും കേട്ടിട്ടില്ലായിരിക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു പരിചയം ഉണ്ടാകാൻ വേണ്ടിയാണ് ഇത് വീണ്ടും ആവർത്തിച്ച് പറയുന്നതിൻ്റെ വിഷയം. 3 ജനവിഭാഗങ്ങളാണ് ലോകത്തിലുള്ളത്. അതിലൊന്ന് യഹൂദൻ, രണ്ടാമത് ജാതികൾ, മൂന്നാമത് വിശ്വാസികൾ, ക്രിസ്ത്യാനികൾ. അപ്പം അന്ത്യകാല പ്രവചനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ പഠനത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി ഈ 3
രീതിയിലുള്ള ആൾക്കാരുമായിട്ടുള്ള അവരുടെ അന്ത്യകാലം എന്താകും എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ ഈ ക്ലാസ്സുകൾ എടുക്കുന്നത്. അതിൻ്റെ ഉദാഹരണമായിട്ട് ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞു, നെബൂഖദ്നേസർ എന്ന് പറയുന്ന രാജാവ്, ബാബിലോണിയ സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും മികച്ചവനായിരുന്ന രാജാവ്, വളരെ പ്രതാപത്തിൻ്റെ വളരെ പിനക്കളിലെത്തിയപ്പോൾ താൻ ഒരു ദിവസം തൻ്റെ കിടക്കയിൽ വിശ്രമിക്കുമ്പോൾ തൻ്റെ മനസ്സിൽ ചിന്തിച്ചു, ഞാൻ ഈ ഉണ്ടാക്കിയ ഈ മഹാസാമ്രാജ്യവും ഈ പാലസും എല്ലാം ഇതിനെന്തായി തീരും എന്ന് ചിന്തിച്ച ആ രാത്രിയിൽ ഉറങ്ങിയ സമയത്ത് സ്വർഗത്തിലെ ദൈവം ഒരു സ്വപ്നം അദ്ദേഹത്തിനെ കാണിച്ചു. അതാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ കണ്ട വിഷയം. ആ സ്വപ്നമാണ് ഇത്. ഒരു ബിംബത്തെക്കുറിച്ചുള്ള ഒരു സ്വപ്നം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് തനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ദൈവാത്മാവുള്ള ദാനിയേലെ വന്ന് ദൈവത്തിൽ നിന്ന് വെളിപ്പാട് പ്രാപിച്ച് താൻ അതിനെക്കുറിച്ച് രാജാവിനോട് സംസാരിച്ചു. അതിൻ്റെ ചുരുക്കം എന്താണെന്ന് പറഞ്ഞാൽ 4 സാമ്രാജ്യങ്ങൾ ഈ ലോകത്തിലുണ്ടാകും. ആദ്യത്തെ സാമ്രാജ്യം എന്നല്ല, ആ സമയത്തുള്ളായിരുന്നതിൽ ആ സാമ്രാജ്യമാണ് ബാബിലോൺ സാമ്രാജ്യം. അതിനുശേഷമായിട്ട് മീഡോ പേർഷ്യൻ എന്ന് പറയുന്നതും ഗ്രീക്ക് സാമ്രാജ്യം എന്ന് പറയുന്നതും റോമ സാമ്രാജ്യം എന്ന് പറയുന്നതുമായ 4 സാമ്രാജ്യങ്ങൾ ഉണ്ടാകും. അതിൻ്റെ അവസാന സാമ്രാജ്യമായിരിക്കുന്ന റോമ സാമ്രാജ്യത്തിൻ്റെ അവസാനത്തെ 10 രാജാക്കന്മാരുള്ള ഒരു ഫെഡറേഷൻ, ഒരു ഗ്രൂപ്പ് ഉണ്ടാകും. ആ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗത്തിലെ ദൈവം ഈ ലോക സാമ്രാജ്യങ്ങളെ എല്ലാം തട്ടിമറിച്ച് ഇല്ലാതാക്കിക്കൊണ്ട് സ്വർഗരാജ്യം ഈ ഭൂമിയിലാക്കും എന്ന് ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ 44-45 വാക്യങ്ങൾ വെച്ച് ദാനിയേല് ഈ രാജാവിന് വെളിപ്പെടുത്തി കൊടുത്തു. അതിനുശേഷമായിട്ട് ദൈവം ദാനിയേലിന് 4 ദർശനങ്ങൾ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഈ സംഭവങ്ങളെ സെയിം കാര്യങ്ങളെക്കുറിച്ചാണ്. ലോകത്തിൻ്റെ അവസാനം ഈ ലോക സാമ്രാജ്യങ്ങൾക്ക് എന്ത് സംഭവിക്കും, യഹൂദന് എന്ത് സംഭവിക്കും, ഈ 2 വിഷയങ്ങളെ ആസ്പദമാക്കി ദൈവം 4 ദർശനങ്ങൾ ദാനിയേൽ വെളിപ്പെടുത്തി കൊടുത്തു. അതിൽ ആദ്യത്തെ ദർശനമാണ് 4 മഹാമൃഗങ്ങളുടെ ദർശനം. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചു. അതിനുശേഷമായിട്ട് ആട്ടുകൊറ്റൻ്റെയും കോലാടിൻ്റെയും ദർശനം ദാനിയേൽ പ്രവചനം 8-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3-ാമത്തെ ദർശനം, 70 ആഴ്ചകളുടെ ദർശനം, ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൽ നിന്നും. ഇതിനുശേഷമായിട്ട് അവസാനമായിട്ട് 4-ാമതൊരു ദർശനം കണ്ടു, വടക്കും തെക്കും ഉള്ള രാജാക്കന്മാരുടെ യുദ്ധങ്ങൾ. അത് ദാനിയേൽ പ്രവചനം 11-ാം അധ്യായത്തിൽ മുതൽ 12-ാം അധ്യായം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ദർശനത്തെക്കുറിച്ച് പറഞ്ഞു. 2-ാമത്തെ ദർശനം ദാനിയേലിൻ്റെ ആദ്യത്തെ ദർശനം 4 വലിയ ജന്തുക്കൾ, മൃഗങ്ങൾ. അതിലാദ്യത്തേത് ഈ സിംഹത്തെ നിങ്ങൾ കണ്ടു. അതിനുശേഷമായിട്ട് കരടിയത് കണ്ടു. അതിനുശേഷമായിട്ട് പുള്ളിപ്പുലി. അതിനുശേഷമായിട്ട് ഇങ്ങനെ ഭീകരമായിരിക്കുന്ന ഒരു മൃഗത്തെ കണ്ടു. അതും ഈ 4 സാമ്രാജ്യങ്ങളെ കുറിക്കുന്ന കാര്യമാണ് വീണ്ടും ദാനിയേലിനെ കാണിച്ചു കൊടുത്തത്. മൃഗം എന്ന് പറയുന്നത് ബാബിലോണിൻ്റെ, കരടി എന്ന് പറയുന്നത് മീഡോ പേർഷ്യൻ രാജ്യത്തിൻ്റെ, പുള്ളിപ്പുലി എന്ന് പറയുന്നത് ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെ. ഈ ഭീകരമായിരിക്കുന്ന ഈ മൃഗം അത് റോമ സാമ്രാജ്യത്തെ കാണിച്ചു. എന്നാൽ ഒരു കാര്യം കൂടെ ആ വിഷനിൽ ദാനിയേൽ മനസ്സിലായി. ഈ 10 കൊമ്പുകളിൽ 10 രാജാക്കന്മാരും കഴിഞ്ഞ പ്രാവശ്യത്തെ നെബൂഖദ്നേസറിൻ്റെ സ്വപ്നത്തിൽ പറഞ്ഞു. ഈ ദാനിയേലിൻ്റെ സ്വപ്നത്തിൽ ഈ 10 കൊമ്പ് കണ്ടത് കൂടാതെ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. ആ കൊമ്പ് മറ്റുള്ള 3 കൊമ്പുകളെ നശിപ്പിച്ച് അവൻ രാജാവായി തീർന്നു എന്ന് കുറച്ചുകൂടെ ഒരു ഡീറ്റെയിൽ ഈ ദർശനത്തെക്കുറിച്ച് ദാനിയേലിന് കൊടുത്തു. ആ ചെറിയ കൊമ്പെന്ന് പറയുന്നതാണ് അന്തിക്രിസ്തു. അപ്പോൾ ഈ ദർശനത്തിൽ കൂടി ദൈവം ദാനിയേലിനെ വെളിപ്പെടുത്തിയത് ഈ റോമ സാമ്രാജ്യത്തിൻ്റെ അവസാനത്തെ 10 രാജാക്കന്മാരുടെ കാലത്ത് അന്തിക്രിസ്തു ലോകത്തിലേക്ക് അവനൊരു പ്രഭുവായിട്ട് വരും. അവൻ ചില രാജാക്കന്മാരെ നശിപ്പിച്ചിട്ട് അവൻ സ്ഥാനം എടുക്കുമെന്നുള്ള രീതി വരെ ഈ സ്വപ്നത്തിൽ കൂടി കാണിച്ചു കൊടുത്തു. ഇനിയുമുള്ളത് ആട്ടുകൊറ്റൻ്റെയും കോലാടിൻ്റെയും ദർശനമാണ്. അതെന്താണ് അതിൻ്റെ അർത്ഥം?
ഇത് നിങ്ങൾ കണ്ടല്ലോ, ഈ ആട്ടുകൊറ്റൻ, 2 കൊമ്പുള്ള ആട്ടുകൊറ്റൻ, അത് മീഡോ പേർഷ്യനാണ്. ഇത് കോലാടെന്ന് പറയുന്നത് ഇത് ഗ്രീക്ക് സാമ്രാജ്യം. അതിൻ്റെ ഞാൻ കാണിച്ചില്ല, ഇവിടെ ഒരു കൊമ്പുള്ളത് അതിൻ്റെ ആദ്യത്തെ രാജാവായിരുന്ന അലക്സാണ്ടർ ദ ഗ്രേറ്റ്, മഹാനായ അലക്സാണ്ടർ. അതിനുശേഷമായിട്ട് അദ്ദേഹം പെട്ടെന്ന് മരിച്ചതായിട്ട് നമ്മൾ പറഞ്ഞു. ആ മരണത്തിൻ്റെ ശേഷം അദ്ദേഹത്തിൻ്റെ രാജ്യം 4 ഭാഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ 4 കമാൻഡേഴ്സിനായിട്ട് വിഭാഗിക്കപ്പെട്ടു. അതിലൊരു കമാൻഡറുടെ ഒരു ഭാഗത്ത് നിന്ന് ഒരു ചെറിയ ഒരു കൊമ്പ് മുളച്ചു വന്നു എന്ന് നമ്മൾ വായിച്ചു. ആ കൊമ്പിനെ കുറിച്ച് പറയുമ്പോൾ വളരെയധികം അഹംഭാവവും ഉള്ള ഒരു കൊമ്പായിരുന്നു. അത് സ്വർഗത്തിലെ ദൈവത്തെ പോലും മാനിക്കാതിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അതാണ് ഈ 4 കമാൻഡേഴ്സ്: കസാൻഡർ, ലുസിമാക്കസ്, സെലൂക്കസ് ആൻഡ് ടോളമി. ഇതിൽ നിന്ന് ഈ ഒരു രാജ്യത്ത് നിന്ന്, ഒരാളുടെ രാജ്യത്ത് നിന്നാണ് അന്തിക്രിസ്തു വരുന്നതെന്ന് ഈ ദർശനത്തിൽ കൂടി ദാനിയേൽ കാണിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതിൻ്റെ അവസാനം ദാനിയേൽ 8-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 25 വരെയുള്ള വായിക്കുമ്പോൾ അവസാനം ഇങ്ങനെ എഴുതിയിരിക്കുന്നുണ്ട്: എതിർത്ത് നിൽക്കുന്ന ആ അന്ത്യക്രിസ്തു കൈ തൊടാതെ തകർന്നു പോവുകയും ചെയ്യും എന്ന് കാണിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിങ്ങൾ നോക്കണേ, ഓരോ ദർശനങ്ങൾ കൂടിയും പ്രോഗ്രസീവായിട്ട് ഓരോ നില കൂടി അതിൻ്റെ വിശാലതയിലേക്ക് ഈ സ്വപ്നങ്ങൾ കൂടി, ദർശനങ്ങൾ കൂടി ദാനിയേലിനെ ദൈവം കാണിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ച വിഷയങ്ങൾ ലോകരാജ്യങ്ങൾക്ക് എന്താകും എന്ന് പറയുമ്പോൾ ലോകരാജ്യങ്ങളുടെ ഭരണത്തെക്കുറിച്ചാണ് ഇത്രയും സമയം നമ്മൾ കണ്ടത്. അവസാനമായിട്ട് ലോകരാജ്യത്തിൻ്റെ ഭരണത്തിൻ്റെ നേതാവായിട്ട് വരുന്നത് അന്ത്യക്രിസ്തു ആയിരിക്കും എന്ന് ഈ ദർശനങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മുടെ വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇനി ഞാനത് വിശദീകരിക്കുന്നില്ല. നെബൂഖദ്നേസറിൻ്റെ സ്വപ്നം, ദാനിയേലിലെ 4 മൃഗങ്ങളുടെ ദർശനം, 10 രാജാക്കന്മാരെന്ന് 3 പേര് നശിച്ചു. ഇതെല്ലാം നമ്മൾ സംസാരിച്ചു. അത് കഴിഞ്ഞ് മുൻ റോമ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായ ഗ്രീക്ക് രാജ്യത്തിൽ നിന്ന് അഹങ്കാരിയായ ഒരു രാജാവ് വരുന്നു. അതാണ് അന്ത്യക്രിസ്തു. എന്നാൽ അവരുടെ രാജ്യത്തിൻ്റെ അന്ത്യകാലത്ത് അതിക്രമം വലിയധികം കൂടിക്കഴിയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. അവൻ കൈ തൊടാതെ തകർന്നു പോകും എന്ന് പറഞ്ഞാൽ അന്ത്യക്രിസ്തുവിൻ്റെ അവസാനം, ഈ ലോകരാജ്യങ്ങളുടെ അവസാനവും അതിൻ്റെ രാജാവിൻ്റെ അവസാനവും ദൈവത്തിൻ്റെ കരങ്ങളാൽ നശിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ വിഷയം ഇന്ന് ദാനിയേലിൻ്റെ 3-ാമത്തെ ദർശനം. ആ 3-ാമത്തെ ദർശനം അതിൻ്റെ മുഴുവനായിട്ടും ഉള്ളത് ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിലാണ്. അത് ചില ഭാഗങ്ങൾ നമ്മൾ വായിക്കും. എന്നാൽ അതിനു മുമ്പ് ഒരല്പം കൂടെ ഒരു പശ്ചാത്തലം പറയട്ടെ. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാരുമായിട്ട് കൂടി വന്നപ്പോൾ ശിഷ്യന്മാർ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. അവിടെ എഴുതിയിരിക്കുന്നത്, അവരടുത്ത് വന്നപ്പോൾ അവനോട്, നീ എന്നാണ് ഇസ്രായേലിന് രാജ്യം യഥാസ്ഥാനമാക്കി കൊടുക്കുന്നത്? വെൻ വിൽ യു റിസ്റ്റോർ ദ കിങ്ഡം ടു ഇസ്രായേൽ? ഇസ്രായേലിന് എന്ന് രാജ്യം നീ യഥാസ്ഥാനപ്പെടുത്തുമെന്ന് കർത്താവിനോട് ചോദിച്ചപ്പോൾ അതിൻ്റെ മറുപടി എന്നൊരു സമയം കൊടുക്കുമെന്ന് പറയാതെ ഞാൻ ഒരു മറുപടി പറഞ്ഞു, അതിപ്പോൾ നിങ്ങൾക്ക് അതറിഞ്ഞിട്ട് ആവശ്യമില്ല. നിങ്ങളോ ലോകമെമ്പാടും എൻ്റെ നിങ്ങളോ യെരൂശലേമിൽ നിന്ന് ശക്തി പ്രാപിച്ച് ലോകമെമ്പാടും എൻ്റെ സാക്ഷികളാകുവാനെന്ന് പറഞ്ഞ് താൻ ആ ഭാഗം അവസാനിപ്പിച്ചു. ഞാനിത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല. ഇതേ ചോദ്യങ്ങൾ എല്ലാ ഇസ്രായേൽ മക്കളുടെയും ഹൃദയത്തിലുള്ള ചോദ്യമാണ്. എന്ന് ഞങ്ങൾക്ക് ദൈവം വീണ്ടും ഈ രാജ്യം യഥാസ്ഥാനമാക്കി തരും, ഈ രാജ്യത്വം യഥാസ്ഥാനപ്പെടുത്തുമെന്നുള്ള ചോദ്യം യഹൂദൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ചോദ്യമാണ്. ആ ചോദ്യമാണ് ദാനിയേലിനും ഉണ്ടായത്. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതേ ചോദ്യം നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം ദാനിയേലിൻ്റെ 3-ാമത്തെ ദർശനം, അത് 70 ആഴ്ചകളെ കുറിച്ചുള്ള ദർശനം, ദ വിഷൻ ഓഫ് ദ 70 വീക്സ്.
ഇസ്രായേലിന് എന്ത് സംഭവിക്കും, ഇത്രയും നേരം ലോകരാജ്യങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ള വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. എന്നാൽ ദാനിയേലിൻ്റെ ജീവിതത്തിലെ ഈ വിഷയത്തിലേക്ക് വരുമ്പോഴത്തേക്ക് മൂന്നാമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പഠിക്കുന്നത് ഫോക്കസ്, അതിനകത്തും അന്തിക്രിസ്തുവിൻ്റെ കാര്യമൊക്കെ ഉണ്ട്, എന്നാലും ഫോക്കസ് എന്താണെന്ന് ചോദിച്ചാൽ ഇസ്രായേലിന് എന്ത് സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇന്ന് രാത്രി നമ്മുടെ വചനം വായിക്കുന്നതിന് വേണ്ടി നമ്മൾ 5 പേരെ ലാലു പാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. ഈ 5 പേരുടെ പേര് ഞാൻ വായിക്കുകയാണ്, നിങ്ങളതുകൊണ്ട് റെഡി ആയിട്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അതിൽ ഒന്നാമത് അമീത, പിന്നെ അഞ്ജു സാറ, എലിസബത്ത് വർഗീസ്, സെലിൻ കോശി ആൻഡ് ബിൻസി. ഈ 5 പേരാണ് നിങ്ങൾ ഇതിന് ആദ്യമേ നമുക്ക് അമീത്തായി തുടങ്ങാം, രണ്ടാമത് അഞ്ജു, മൂന്നാമത് എലിസബത്ത്, നാലാമത് സെലിൻ, അഞ്ചാമത് ബിൻസി. ഈ ഓർഡറിൽ പോകണം. അപ്പം പിന്നെ ആര് വായിക്കുമെന്ന് നമ്മൾ വായിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൽ ആരെങ്കിലും ഇല്ലെങ്കിൽ ഒരു നിമിഷം ആ ആൾ വായിച്ചില്ലെങ്കിൽ അടുത്ത ആൾ വായിക്കുക. അതുകൊണ്ട് കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്ക് ദാനിയേൽ പ്രവചനം ആദ്യമായിട്ട് 9-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിച്ചായിട്ട് അത് അമീത സിസ്റ്റർ വായിച്ചു. വായിച്ചു. കൽദയ രാജ്യത്തിന് രാജാവായി തീർന്നവനും മേദ്യ സന്തതിയിലുള്ള അഹശ്വേരോശിന്റെ മകനുമായ ദാരിവേശിന്റെ 1-ാം ആണ്ടിൽ അവന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ തന്നെ ദാനിയേൽ എന്ന ഞാൻ യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാ പ്രവാചകനുണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിച്ചു. അവിടെ ഫുൾ സ്റ്റോപ്പ് നിർത്തിക്കാട്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ പറഞ്ഞത് കൽദയ രാജ്യത്തിന് രാജാവായിരുന്ന മേദ്യ സന്തതിയിലുള്ള അഹശ്വേരോശിന്റെ മകനായ ദാരിയസ് 1-ാം ആണ്ടിൽ, അവൻ്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ തന്നെ ദാനിയേൽ എന്ന ഞാൻ യെരൂശലേമിൻ്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാ പ്രവാചകന് ഉണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകത്തിൽ നിന്ന് ഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. അതിനെക്കുറിച്ച് ഒരു അല്പസമയം വിവരിച്ച് പറഞ്ഞാലേ നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ശരിയാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ദാനിയേൽ യിരെമ്യാ പ്രവചനം വായിച്ചപ്പോൾ ഈ സംഭവം ഇവിടെ നടക്കുന്നത് ഇവരെല്ലാം ബാബിലോണിലാണ്. ബാബിലോൺ അനുമത്വത്തിൽ ഇവർ പേർഷ്യ സാമ്രാജ്യത്തിൻ്റെ അടിയിൽ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഈ സമയത്ത് മേദ്യ രാജാവായിരിക്കുന്ന ദാരിയേശിൻ്റെ 1-ാം ആണ്ടിൽ താൻ യിരെമ്യാ പ്രവചനം വായിച്ചപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം ഒരു കാര്യം മനസ്സിലായി. ഈ ബാബിലോൺ പ്രവാസം 70 വർഷത്തേക്കാണ് ഉള്ളത്. അതുകൊണ്ട് അത് തീരേണ്ട സമയമായി എന്ന് താൻ മനസ്സിലാക്കി. അതുകൊണ്ട് ഞാനൊരു 3-4 ഭാഗം നിങ്ങൾക്ക് വായിച്ച് ആ ഭാഗം പരിചയപ്പെടുത്താം. യിരെമ്യാ പ്രവചനത്തിൽ ബാബിലോൺ പ്രവാസത്തെക്കുറിച്ച് യിരെമ്യാവ് പ്രവചിച്ച പ്രവചനം ദാനിയേലിന് മനസ്സിലായി. ഈ കാര്യം അദ്ദേഹം വായിച്ചപ്പോൾ ഓൾമോസ്റ്റ് ആ 70 വർഷം തീരാറായി. അപ്പോഴത്തേക്ക് താൻ വളരെ കണ്ണുനീരോടും നിലവിളോടും അടുത്ത 3 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ തൻ്റെ പ്രാർത്ഥനയാണ്. ഈ വിവരം താൻ അറിഞ്ഞപ്പോൾ താൻ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദേവസ്ഥാനിൽ ഇരുന്ന കർത്താവേ, ഇതാ 70 വർഷമാകാൻ പോകുന്നല്ലോ, എന്നിട്ടും നിന്റെ ജനം ഇവിടുന്ന് വിടുവിക്കപ്പെട്ടില്ലോ, യെരൂശലേം ശൂന്യമായിട്ട് കിടക്കുന്നു എന്ന് കരഞ്ഞു വിളിച്ച് അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ വിഷയം ഭാവിയെക്കുറിച്ചുള്ള കാര്യത്തെക്കുറിച്ചുള്ളതല്ല, ഇവരെങ്ങനെ ഇവിടുന്ന് പോകും, 70 വർഷമാകുമ്പോൾ പോകുമെന്ന് യിരെമ്യാ പ്രവചനത്തിലുണ്ട്. എന്നാൽ ഇതേവരെ പോയില്ലല്ലോ, 70 വർഷം ഓൾമോസ്റ്റ് ആയിക്കഴിഞ്ഞു, എന്ത് സംഭവിക്കുമെന്ന് താൻ പ്രാർത്ഥനയോടെ ദൈവസ്ഥലിൽ ഇരുന്നപ്പോൾ എന്ത് സംഭവിക്കും എന്ന് ദാനിയേലിനോട് മറുപടി കൊടുത്തു. ഈ വർഷം 70 വർഷത്തിന് ആയപ്പോൾ അവരവിടുന്ന് പോകും. എന്നാൽ അതോടുകൂടി തന്നെ ഇസ്രായേലിൻ്റെ യെരൂശലേമിൻ്റെ ഭാവി എന്തായിത്തീരുമെന്ന് ഒരു ദീർഘ പ്രവചനം കൂടെ ഈ ദർശനത്തിൽ കൂടി ദാനിയേലിനെ കാണിക്കാൻ സാധിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇനിയും എന്താണ് ഈ 70 വർഷം? എവിടാണ് ഈ 70 വർഷത്തെക്കുറിച്ച്? ബാബിലോൺ പ്രവാസം 70 വർഷമായിരിക്കുമെന്ന് യിരെമ്യാ പ്രവചനം പറഞ്ഞത് എവിടാണെന്ന് നമുക്ക് ആദ്യമേ വായിക്കാം. യിരെമ്യാ പ്രവചനം അതിൻ്റെ
25 അധ്യായത്തിൻ്റെ 11ഉം 12ഉം വാക്യങ്ങൾ അഞ്ജു സിസ്റ്റർ വായിച്ചാൽ. അഞ്ജു സിസ്റ്റർ ഇല്ലെങ്കിൽ അടുത്ത ആൾ വായിച്ചു, എലിസബത്ത് സിസ്റ്റർ. 11-12 ഈ ദേശമൊക്കെയും ശൂന്യവും സ്തംഭനഹേതുവുമാകും. ഈ ജാതികൾ ബാബേൽ രാജാവിനെ 70 സംവത്സരം സേവിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. 70 സംവത്സരം തികയുമ്പോൾ ഞാൻ ബാബേൽ രാജാവിനെയും ആ ജാതിയെയും കൽദേരുടെ ദേശത്തെയും അവരുടെ അകൃത്യ നിമിത്തം സന്ദർശിച്ച് അതിനെ ശാശ്വത ശൂന്യമാക്കി തീർക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. മതി സിസ്റ്റർ, അവിടെ നിർത്തിക്കാട്ടെ. അതൊന്നുകൂടെ നമുക്കൊന്ന് വായിക്കണം, നിർത്തി വായിക്കണം. ഇതാണ് യിരെമ്യാ പ്രവാചകൻ ഈ യഹൂദ്യരോടുള്ള ജനത്തോടുള്ള പ്രവചനമാണ്. അവർ ദൈവത്തെ വിട്ട് ദുർമാർഗത്തിൽ ദൈവത്തോടുള്ള സ്നേഹവും ബഹുമാനവും ആരാധനയും വിട്ടുകളഞ്ഞിട്ട് ഈ ലോകത്തിലേക്ക് മാറ്റിപ്പോയപ്പോൾ ദൈവം യിരെമ്യാവിൽ കൂടി പറഞ്ഞ കാര്യമാണ് 70 വർഷം. അത് ഒന്നുകൂടെ നിർത്തി ശേഷം ഒന്നുകൂടെ വായിച്ചാൽ. ഈ ദേശമൊക്കെയും ശൂന്യവും സ്തംഭനഹേതുവുമാകും. ഈ ജാതികൾ ബാബേൽ രാജാവിനെ 70 സംവത്സരം സേവിക്കുമെന്ന് യഹോവയുടെ ഈ ജനം ബാബേൽ രാജാവിനെ 70 വർഷം സേവിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അടുത്ത വാക്യങ്ങൾ വായിച്ചാൽ. 70 സംവത്സരം തികയുമ്പോൾ ഞാൻ ബാബേൽ രാജാവിനെയും ആ ജാതിയെയും കൽദേരുടെ ദേശത്തെയും അവരുടെ അകൃത്യം നിമിത്തം സന്ദർശിച്ച് അതിനെ ശാശ്വത ശൂന്യമാക്കി തീർക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ഇതാണ് ദാനിയേൽ മനസ്സിലാക്കിയത്. ഈ പ്രവചനമാണ് ദാനിയേൽ മനസ്സിലാക്കി. നമ്മൾ ഒരു വാക്യം കൊണ്ട് വായിക്കാം. യിരെമ്യാ പ്രവചനം 29-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം കൊണ്ട് വായിച്ചാൽ. 29-10. പിന്നെ സെലിൻ എലിസബത്ത് വായിച്ചാൽ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബാബേലിലെ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് നിങ്ങളോടുള്ള എന്റെ വചനം ഞാൻ നിവർത്തിക്കുകയുള്ളൂ. മതി. ഇതാണ് അപ്പോൾ ഈ യിരെമ്യാ പ്രവചനത്തിന്റെ ചുരുളെടുത്ത് ദാനിയേൽ വായിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത് ഈ ബാബിലോണ്യ പ്രവാസം എന്ന് പറയുന്നത് 70 വർഷമാണ് ദൈവത്തിന്റെ ആലോചന പ്രകാരം. അതിന് ശേഷമേ കൊണ്ടുവരത്തുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ താൻ നോക്കിയപ്പോൾ ഈ 70 വർഷം ഏകദേശം തീരാറായി. അതുകൊണ്ട് കർത്താവേ, എത്രയും വേഗം ഞങ്ങളെ ഇവിടുന്ന് അയക്കണമേ എന്നുള്ള ആ പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോഴാണ് താൻ ഈ 70 ആഴ്ചകളെ കുറിച്ചുള്ള ദർശനം കാണുന്നത്. 70 വർഷമല്ല, ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. 70 ആഴ്ചകൾ. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പായിട്ട് ഞാൻ 2 കാര്യം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. ഇവിടെ ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളും 2 ദിനവൃത്താന്തങ്ങൾ 36-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 21 ഉള്ള വാക്യങ്ങളും നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു. അത് മറ്റൊന്നിനും വേണ്ടിയല്ല. എന്താണ് ഈ 70 വർഷത്തിൻ്റെ അടിസ്ഥാനമെന്ന് ലേവ്യ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാകും. ലേവ്യ പുസ്തകത്തിൽ ദൈവം മോശയ്ക്ക് കൽപ്പന കൊടുത്തപ്പോൾ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ 6 വർഷം കൃഷി ചെയ്ത് ഫലമെടുത്ത് ജീവിക്കണം. 7-ാമത്തെ വർഷം ദേശത്തിൽ കൃഷി ചെയ്യരുത്. അത് ദേശത്തിനൊരു വിശ്രമം കൊടുക്കണം. ആ ദേശത്തിനൊരു ശബത്ത് ആയിരിക്കണം എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇസ്രായേൽ മക്കൾ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ അവരെല്ലാവരും ഈ കൽപ്പന പാലിച്ചില്ല. അവരെ ആ 7-ാം വർഷവും അവർ കൃഷി ചെയ്തു. ദൈവത്തെ അവർ കോപിപ്പിച്ചു. അതുകൊണ്ടാണ് ഈ ശാപത്തിൻ്റെ ഈ ഒരു ശാപമാണ്. ശാപത് ദേശത്തിൻ്റെ ശാപത് ഫോളോ ചെയ്യാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ ഒരു ശാപമാണ് ഈ ശബത്തുകളായിരിക്കുന്ന 70 സംവത്സരങ്ങൾ എന്ന് പറയുന്നത്. അത് ഞാൻ ഒത്തിരി വിവരിക്കുന്നില്ല. നിങ്ങൾ തന്നെ അത് വീട്ടിൽ പോയി വായിച്ചു കൊള്ളുക. പ്രൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ ദാനിയേൽ പ്രവചനം 1ഉം 2ഉം വാക്യങ്ങൾ വായിച്ചത്. 70 ആഴ്ചകളെ കുറിച്ചുള്ള ദാനിയേലിൻ്റെ ഗ്രാഹ്യം. ഇനിയും ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നില്ല. എന്നാൽ നിങ്ങളത് വൃത്തിയായിട്ട് വായിച്ച് ധ്യാനിച്ച് പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഏത് രീതിയിലാണ് ദൈവത്തോടുള്ള ദാനിയേലിൻ്റെ പ്രാർത്ഥന? നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വളരെ മോഡലായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ്. അത് എങ്ങനെ നമ്മൾ
ദൈവത്തോട് പ്രാർത്ഥിക്കണം. അത് ആ ഭാഗം നമുക്ക് ഇവിടെ ഞാനത് എടുക്കുന്നില്ല. അടുത്തതായിട്ട് പിന്നെ സെലിൻ വായിച്ചാട്ട് ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടത് എന്തെന്നാൽ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെട്ടതു മുതൽ അഭിഷക്തനായൊരു പ്രഭു വരെ 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷക്തൻ ഛേദിക്കപ്പെടും, അവന് ആരുമില്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവന്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും. അവസാനത്തോളം യുദ്ധമുണ്ടാകും. ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. അവൻ ഒരു ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ചൊരിയും. മതി. താങ്ക് യു സിസ്റ്ററെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. ഞാൻ ഒരു നിമിഷം നിർത്തിയിട്ട് ഒരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. എന്തുവാ ഇന്ന് രാത്രി നമ്മൾ പഠിക്കുന്നെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട് അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കി. അപ്പോൾ നമ്മളിന്ന് പഠിക്കുന്ന വിഷയം ദാനിയേലിൻ്റെ ജനത്തിന്, ഇസ്രായേലിന്, യഹൂദ്യർക്ക് എന്ത് സംഭവിക്കും, അവരുടെ ഭാവി എന്താണെന്നാണ് ഇപ്പോൾ ഇവിടെ വായിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്, എന്താണ് അവരുടെ ഭാവിയെക്കുറിച്ച് പറഞ്ഞത്? ഈ ഭാവിയെക്കുറിച്ച് പറഞ്ഞു, 70 weeks ആർ ഡിറ്റർമിൻഡ് ഫോർ യുവർ പീപ്പിൾ. 70 ആഴ്ചവട്ടക്കാലം നിന്റെ ജനത്തിന് വേണ്ടി വെച്ചിരിക്കുന്നു. ആ 70 ആഴ്ചവട്ടക്കാലം ഇപ്പോൾ സെലിൻ സിസ്റ്റർ വായിച്ചതിപ്പോൾ നമ്മൾ കേട്ടു. 24 മുതലുള്ള വാക്യങ്ങളാണ്. അതെന്താണ് അവിടെ ഈ 70 വർഷക്കാലം കൊണ്ട് നടക്കാൻ പോകുന്നത്, ഇസ്രായേലിന് എന്ത് സംഭവിക്കും? അവിടെ പറയുമ്പോൾ അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനുമായിട്ട് നിന്റെ ജനത്തിന് 70 ആഴ്ചകൾ നിയോഗിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാനൊന്ന് ചുരുക്കി പറഞ്ഞാൽ, അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിട്ട് പാപങ്ങളെ അകൃത്യം മാറ്റി നിത്യനീതി വരുത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പാപത്തെ മാറ്റി നിത്യനീതി, എവർലാസ്റ്റിംഗ് റൈച്വസ്നെസ് കിട്ടിയത് യേശു ക്രിസ്തുവിൽ കൂടിയാണ്. അപ്പോൾ ഈ ഭാഗം പറയുന്നത് ഈ 70 ആഴ്ച കൊണ്ട് ഈ കാര്യങ്ങളൊക്കെയും ചെയ്യും. അത് യേശു ക്രിസ്തു വരും. അതിൻ്റെ അവസാനമായിട്ട് അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുന്നു പറഞ്ഞാൽ ആലയം പണിത് വീണ്ടും ഒരു ആരാധന തുടങ്ങുന്ന ഒരനുഭവം. അതാണ് എൻ്റെ ഒരു ഭാഗമായിട്ടുള്ളത്. രണ്ടാമത്തെ ഉള്ളത് പിന്നെ യെരൂശലേം പുനഃസ്ഥാപിക്കുകയും പുനർനിർമ്മിക്കുകയും ചെയ്യും. മശിഹ ഛേദിക്കപ്പെടും. വരാനിരിക്കുന്ന രാജകുമാരൻ്റെ ആളുകൾ നഗരവും വിശുദ്ധ മന്ദിരവും നശിപ്പിക്കും. യുദ്ധങ്ങളും ശൂന്യമാക്കലുകളും ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഈ ദർശനത്തിൽ പറയുന്നതിൻ്റെ വിഷയം നിങ്ങൾ കണ്ടല്ലോ. ഈ 70 ആഴ്ച കൊണ്ട് യെരൂശലേം പുനഃസ്ഥാപിക്കുക. അതായിരുന്നു ദാനിയേലിൻ്റെ ഒരു ചോദ്യം. ശൂന്യമായി കിടക്കുന്ന യെരൂശലേമിന് എന്ത് സംഭവിക്കും? ഇവിടെ കർത്താവ് വെളിപ്പെടുത്തുകയാണ്, ദൈവം വെളിപ്പെടുത്തുകയാണ്, അത് പുനഃസ്ഥാപിക്കും. 2 വേറൊരു കാര്യം പറയുന്നത്, മശിഹ ഛേദിക്കപ്പെടും എന്ന് പറഞ്ഞാൽ മശിഹ വന്ന്, കർത്താവായ യേശു ക്രിസ്തു വന്ന് താൻ ഈ ലോകത്തിൽ ക്രൂശിക്കപ്പെട്ട് പാപത്തിന് നിത്യ റൈച്വസ്നെസ് ഉണ്ടാകാൻ വേണ്ടി താൻ മരിക്കും. നിത്യനീതീകരണം ഉണ്ടാകാൻ വേണ്ടി താൻ മരിക്കും. അതിനുശേഷം ഇവിടെ പിന്നെ
അതിനുശേഷം വരാനിരിക്കുന്ന രാജകുമാരൻ്റെ ആളുകൾ, വരാനിരിക്കുന്ന രാജകുമാരൻ അല്ല, രാജകുമാരൻ, ദ പീപ്പിൾ ഓഫ് ദ പ്രിൻസ് ഹൂ ഈസ് ടു കം. അത് ആരെക്കുറിച്ചാണ് പറയുന്നറിയാവോ? അന്തിക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ച്. അന്തിക്രിസ്തു വരാനിരിക്കുന്ന അന്തിക്രിസ്തുവിൻ്റെ ആളുകൾ വന്ന് ഈ യെരുശലേമിനെ വീണ്ടും നശിപ്പിക്കും, വിശുദ്ധ മന്ദിരവും അവർ നശിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷമായിട്ട് അനേക യുദ്ധങ്ങളും ആ യുദ്ധങ്ങൾ കൂടി ശൂന്യമായ അവസ്ഥകളും ഉണ്ടാകും എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് എതിർ ക്രിസ്തു ഒരാഴ്ചത്തേക്ക് ജനങ്ങളുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യും. ആഴ്ചയുടെ മധ്യത്തിൽ അവൻ യാഗങ്ങളും വഴിപാടുകളും അവസാനിപ്പിക്കും. മ്ലേച്ഛതയും ശൂന്യമാക്കലും നടക്കും. അവസാനമായിട്ട് അതിൻ്റെ അവസാനം ശൂന്യമാക്കുന്നവൻ്റെ നാശം, എതിർ ക്രിസ്തുവിൻ്റെ നാശം. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചു കഴിയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു വന്ന് ഈ എതിർ ക്രിസ്തു, അന്ത്യക്രിസ്തു, ഈ മലയാളം ഈ ഗൂഗിളിൽ നോക്കിയിട്ട് ആ ഒരു വാക്ക് കിട്ടുന്നില്ല, അന്ത്യക്രിസ്തു വന്നെ നശിപ്പിച്ച് താൻ രാജ്യം യഥാസ്ഥാനമാക്കും. ഇതാണ് ഈ 24 മുതൽ 27 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നുകൂടെ ആ ഭാഗം ഞാൻ നിങ്ങൾക്ക് വായിക്കാൻ പറയുകയാണ്. ഈ ഇത്രയും ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇതിൻ്റെ ഒരു 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 ഓവറോൾ ഐഡിയ എന്താണ് എന്ന് പറഞ്ഞാൽ, ഓവറോൾ ഐഡിയ ഈ ദർശനം വെളിപ്പെടുത്തി കൊടുത്തത് യെരുശലേം വീണ്ടും പണിയും, കർത്താവായ യേശു ക്രിസ്തു വരും, താൻ മരിക്കും, അങ്ങനെ എവർലാസ്റ്റിംഗ് റൈച്വസ്നെസ്, നിത്യനീതി ഉണ്ടാകും. അതിനുശേഷമായിട്ട് ഒരു ജാതി, ഒരു ജനക്കൂട്ടം വന്ന് യെരുശലേമിനെ വീണ്ടും നശിപ്പിക്കും. അതിനുശേഷം അനേക വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ അന്തിക്രിസ്തുവിൻ്റെ ഒരു ആഴ്ചത്തെ ഭരണം, അതാണ് 70 വീക്ക്. ഇത് ഞാൻ നമുക്ക് കൂടുതലായിട്ട് അത് പറഞ്ഞുതരാം. 70 വീക്ക്. അവസാനമായിട്ട് യേശു ക്രിസ്തു വന്ന് അന്തിക്രിസ്തുവിനെ നശിപ്പിക്കും, രാജ്യം യഥാസ്ഥാനപ്പെടുത്താക്കും. അതാണ് ഈ 9-ാം അധ്യായത്തിൽ 24 മുതൽ 27 വാക്യങ്ങൾ. നമുക്ക് ഒന്നുകൂടെ വായിക്കാം. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. അത് വളരെ നിർത്തി വായിക്കണം. അതുകൊണ്ട് ബിൻസി സിസ്റ്റർ വായിച്ചായിട്ട് നിർത്തി വായിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആ 4 വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വായിച്ചാട്ട്. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിനു പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ അവിടെ നിർത്തിയാൽ. അപ്പൊ അതാണ് അതിൻ്റെ ഓവറോൾ ആയിട്ടുള്ള എന്താണ് ഈ 70 വർഷം കൊണ്ട് സാധിക്കുന്നുള്ള ഓവറായിട്ടുള്ള ഒരു പിക്ചറാണ് കാണിച്ചത്. ഇനിയും അത് ഒന്ന് ഘടകമായിട്ട് പറയുകയാണ് ഓരോ കാര്യങ്ങൾ. വായിച്ചാൽ അത് 25-ാം വാക്യത്തിൽ വായിച്ചാൽ. അതുകൊണ്ട് നീ അറിഞ്ഞു ഗ്രഹിച്ചു കൊള്ളേണ്ടത് എന്തെന്നാൽ, യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. വായിച്ചു. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവന് ആരും ഇല്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടച്ചനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവന്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും. അവസാനത്തോളം യുദ്ധമുണ്ടാകും. ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. അവൻ ഒരു ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഖനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ചൊരിയും. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ അതാണ് ഇവിടെ ഈ സംഗ്രഹിച്ച് പറഞ്ഞിരിക്കുന്ന വിഷയമാണെന്ന് നമ്മളിപ്പോൾ ഇതിൽ കൂടി വായിച്ചത്. അതിൻ്റെ 25-ാം വാക്യം വായിക്കുമ്പോൾ അതിൻ്റെ എല്ലാം കൂടെ ഉള്ള ഒരു ഇത് അപ്പോൾ എഴുതിക്കുന്നത്. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ട എന്തെന്നാൽ, യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷക്തനായ പ്രഭു വരെ 7 ആഴ്ചവട്ടക്കാലം. അപ്പോൾ ഇവിടെ 70 ആഴ്ചവട്ടക്കാലത്തിൽ ആദ്യത്തെ 7 ആഴ്ചവട്ടം എന്താണ് സംഭവിക്കുന്നത്? അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത്? ആ ആഴ്ചവട്ടത്തിൽ യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചുകൊണ്ടെന്നാൽ, യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന
പുറപ്പെടുന്നത് മുതൽ അഭിഷേകനായ പ്രഭു വരും വരെ 7 ആഴ്ചവട്ടക്കാലം. ആ 7 ആഴ്ചവട്ടക്കാലത്താണ് യെരുസലേമിൻ്റെ പണി വീണ്ടും തുടങ്ങുന്നത്. അപ്പോൾ നമ്മളിവിടെ 3-4 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാനുണ്ട്. അത് ആദ്യമായിട്ട് ചിന്തിക്കേണ്ടത്, അതുകൊണ്ട് നീ അറിഞ്ഞ് യെരുസലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ 7 വരെ. അപ്പോൾ ഈ കൽപ്പന എന്താണ്? യെരുസലേം വീണ്ടും പണിയാനുള്ള കൽപ്പന എന്നാണ് കൊടുത്തത്. അന്ന് മുതലാണ് ഈ 70 വർഷത്തിൻ്റെ ആരംഭം. അത് നമ്മൾ എന്നാണെന്ന് ഹിസ്റ്റോറിക്കലായിട്ട് ഞാനത് പറഞ്ഞുതരാം. പിന്നീട് അവിടെ പറഞ്ഞിരിക്കുന്നത് 62 ആഴ്ചവട്ടം കൊണ്ട് അതിൻ്റെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. അപ്പോൾ ഈ 7 വർഷം കൊണ്ട് ഈ പണി തീർന്നിട്ട് അടുത്ത 62 വർഷം കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് 26-ാം വാക്യത്തിൽ പറയുന്നത്. 62 ആഴ്ചവട്ടം കഴിഞ്ഞ ശേഷം അഭിഷക്തൻ ഛേദിക്കപ്പെടും. അഭിഷക്തൻ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു. അവൻ ആരും ഇല്ലെന്നും വരുമെന്ന് പറഞ്ഞാൽ there is nobody to support him. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവൻ്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും. അപ്പോൾ ഈ ചരിത്രം നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നെഹമ്യാവ് അവിടെ അഹശ്വേരോശ് രാജാവിൻ്റെ രാജധാനിയിൽ ഒരു കപ്പ് തൻ്റെ വീഞ്ഞു കൊടുക്കുന്നവനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് ഈ കൽപ്പന പുറപ്പെടുന്നത്. അതിൻ്റെ വർഷങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ 7 വർഷം കൊണ്ട് അത് പണിതതിന് ശേഷം 7 ആഴ്ച കൊണ്ട് പണിതെന്ന് ഈ ആഴ്ച പിന്നീട് വർഷങ്ങളാക്കൊക്കെ മാറ്റും. അതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇപ്പം തൽക്കാലം ഇത് കേൾക്കുക. പിന്നീടുള്ള 62 വർഷം നമുക്കറിയാം യേശു ക്രിസ്തു ലോകത്തിൽ വന്നു. ഈ AD അല്ലെങ്കിൽ BC 4 ഞാൻ ലോകത്തിൽ വന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 62 ആഴ്ച ശേഷം അഭിഷക്തൻ ഛേദിക്കപ്പെടും. അതിന് ശേഷം എന്താ, അവന് ആരുമില്ല. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും സന്ദർശിക്കും. ഇതാണ് AD 70 റോമൻ എംപററായിരിക്കുന്ന ടൈറ്റസിൻ്റെ മകൻ ടൈറ്റസ് അവിടെ വന്ന് ഇത് യെരുസലേം ദേവാലയം കത്തിക്കുകയും നഗരം അതില്ലാതാക്കുകയും ചെയ്ത ആ കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പിന്നെ വരാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജനം എന്ന് പറഞ്ഞാൽ ദ പീപ്പിൾ ഓഫ് ദി ആൻറ്റി ക്രൈസ്റ്റ് ഹു വുഡ് ബി കമ്മിങ്. ആൻറ്റി ക്രൈസ്റ്റ് അന്ന് വന്നിട്ടില്ല, നശിപ്പിക്കും. അതിൻ്റെ അവസാനം, അത് കഴിഞ്ഞിട്ട് വീണ്ടും പെട്ടെന്ന് ഒരു അവസാനത്തേക്ക് വരികയാണ്. അവസാനം പ്രളയത്തോടെ ആയിരിക്കും. അവസാനത്തോളം യുദ്ധമുണ്ടാകും, ശൂന്യങ്ങളും നിർണയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു കാലയളവ്, അതിനുശേഷമുള്ള കാലയളവിനെ കുറിച്ചാണ് പറയുന്നത്. യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും എല്ലാം ഉണ്ടാകും. എന്നാൽ ഇപ്പോൾ എത്ര ആഴ്ചകളായി? 69 ആഴ്ചകളെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അവസാനത്തെ ആഴ്ച 70-ാമത്തെ ആഴ്ചയിൽ എന്ത് സംഭവിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 27-ാം വാക്യം. അവൻ ഒരു ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന് മധ്യേ അവൻ ഹനനയാകും പോകുന്ന ഞാൻ നിർത്തിക്കളയും. അപ്പോൾ 70-ാം ആഴ്ച വരുമ്പോഴത്തേക്ക് അവനെന്ന് പറഞ്ഞിരിക്കുന്നത് അന്ത്യക്രിസ്തുവാണ്. അന്ത്യക്രിസ്തുവിൻ്റെ ഭരണത്തിലേക്ക് വരും. അവൻ എല്ലാവരുമായിട്ടും ഒരു നല്ലൊരു ഉടമ്പടി ചെയ്യും. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ 3.5 വർഷം കഴിയുമ്പോൾ ആ ഉടമ്പടി മാറ്റിയിട്ട് താൻ ദേവാലയത്തെ അവിടെ മലിനമാക്കുകയും വലിയ ഒരു മ്ലേച്ഛത താൻ നടത്തുകയും ചെയ്യും. അതിൻ്റെ അവസാനം 70-ാം ആഴ്ചയുടെ അവസാനം കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വരികയും തന്നെ പരസ്യ വരവ്, ഇത് ഗ്ലോറിയസ് കമ്മിങ് ഓഫ് ജീസസ്, താൻ വരികയും ആ അന്ത്യക്രിസ്തുവിനെ നശിപ്പിച്ച് തൻ്റെ രാജ്യം ഈ ലോകത്തിൽ സ്ഥാപിക്കുകയും ചെയ്യും. ഇതാണ്, ഈ കാര്യങ്ങളാണ് ഈ ദാനിയേലിന് പറഞ്ഞു കൊടുത്തത്. ഇനി ഞാൻ നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ. 70 വീക്ക് തുടങ്ങിയത് എവിടാണെന്ന് നമുക്കിവിടെ അറിയാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു മിനിറ്റ്. 70 വീക്ക് തുടങ്ങുന്നതിനെക്കുറിച്ച് യെരുശലേം പുനഃസ്ഥാപിക്കാനും പണിയാനുമുള്ള കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടക്കാലം. അതെവിടാണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അത് ഇംഗ്ലീഷിലാണ് കുറച്ചുകൂടെ ഒരു നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഫ്രം ദ ഇഷ്യൂയിങ് ഓഫ് എ ഡിക്രി ടു റിസ്റ്റോർ ആൻഡ് റീബിൽഡ് ജെറുസലേം അണ്ടിൽ മെസ്സായ ദ പ്രിൻസ് there shall be 7 weeks and 62 weeks.
നിങ്ങൾ ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഇതിൻ്റെ എത്ര വീക്കുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് ഒന്ന് പറഞ്ഞ്. 7 weeks and 62 weeks. അത് എത്ര ആഴ്ചകളാണ്? ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? 69 weeks. അപ്പോൾ ഇവിടെ ഈ പ്രവചന പ്രകാരം ദാനിയേല് ഈ ദാരിയാവേശിൻ്റെ ഈ സമയം എന്ന് പറയുന്നത് ദാനിയേൽ ഈ പ്രവചനം കാണുമ്പോൾ ദാരിയാവേശിൻ്റെ 1-ാം ആണ്ടാണ് ഈ പ്രവചനം താൻ കാണുന്നത്. ആ പ്രവചനം കണ്ടു കഴിയുമ്പോൾ താൻ പറയുന്നത്, ആ പ്രവചനത്തിൽ പറയുന്നത് 70 weeks started when the command went out to build and restore Jerusalem. യെരുശലേമിനെ പണിയാനുള്ള ആ കൽപ്പന പോയതിന് ശേഷം 7 ആഴ്ച കൊണ്ട് യെരുശലേം പണി. പ്രൈസ് ദി ലോർഡ്. ദാനിയേൽ 9:25. ഇനി ഈ കമാൻഡ് എപ്പോഴാണ് ഈ കമാൻഡ് പോയെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് പിന്നെ അമീത വായിച്ചാട്ട് നെഹമ്യാവ് 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യം വായിച്ചാൽ. അർത്താശ്ശ രാജാവിന്റെ 20-ാം ആണ്ടിൽ നീസാം മാസത്തിൽ ഞാൻ ഒരിക്കൽ രാജാവിന്റെ മുമ്പാകെ ഇരുന്ന് വീഞ്ഞെടുത്ത് അവന് കൊടുത്തു. ഞാൻ ഇതിനു മുമ്പേ ഒരിക്കലും അവന്റെ സന്നിധിയിൽ കുണ്ഠിതനായിരുന്നിട്ടില്ല. രാജാവ് എന്നോട്, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? നിനക്ക് ദീനമൊന്നുമില്ലല്ലോ. ഇത് മനോദുഃഖമില്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഏറ്റവും ഭയപ്പെട്ടു രാജാവിനോട്, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ. എന്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം ശൂന്യമായും അതിന്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കെ എന്റെ മുഖം വാടാതെ ഇരിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. രാജാവ് എന്നോട്, നിന്റെ അപേക്ഷ എന്ത് എന്ന് ചോദിച്ചു. ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് രാജാവിനോട്, രാജാവിന് തിരുവുള്ളമുണ്ടായി അടിയന് തിരുമുമ്പിൽ ദയ ലഭിച്ചുവെങ്കിൽ അടിയനെ യഹൂദയിൽ എന്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണത്തിലേക്ക് അത് പണിയേണ്ടതിന് ഒന്ന് അയക്കണമേ എന്നുണർത്തിച്ചു. മതി, നമുക്ക് സമയത്തിന്റെ ചുരുക്കം കൊണ്ട്. അപ്പോൾ ഇവിടെ വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിക്കേണ്ടത് എന്തെന്നാൽ യെരുശലേമിന്റെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷക്തനായ പ്രഭു വരെ 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം. അപ്പോൾ ഈ കൽപ്പന കൊടുക്കുന്നത് മുതൽ യേശു ക്രിസ്തു മരിക്കുന്നത് വരെ 69 ആഴ്ച. വർഷങ്ങളെന്ന് വിചാരിക്കരുത്, 69 ആഴ്ച. ഈ കൽപ്പന എന്താണ് പുറപ്പെടുന്നതെന്നാണ് ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞ നെഹമ്യാ പ്രവചനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ആ കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. എന്നാണ് ആ കൽപ്പന നെഹമ്യാവിന് ഈ അഹശ്വേരോശ് രാജാവ് കൊടുത്തത്. ആ കൽപ്പന കൊടുത്തിട്ട് ആദ്യത്തെ കൂട്ടം അവർ പോകുന്നത് BC 536 അവിടാണ് പോകുന്നത്. നിങ്ങൾ ഇത് അല്പം കൊണ്ട് ഇത് പല പ്രാവശ്യം ഞാനത് പറയാം, എന്നാലേ ഇത് മനസ്സിലാകത്തുള്ളൂ. BC 536. ഇനിയും ഞാനൊരു കാര്യം കാണിക്കട്ടെ. ഈ 70 weeksനെ കുറിച്ച് പറയുമ്പോൾ ഒരല്പം ഒരു ഹിസ്റ്ററി നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഓക്കെ. അപ്പോൾ നെബൂഖദ്നേസർ രാജാവ് യെരുശലേമിൽ വന്ന് യെരുശലേമിനെ കീഴ്പ്പെടുത്തി. അതെന്ന് പറഞ്ഞ BC 606. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ കാര്യമാണ്. ബെൽഷസ്സാർ, അദ്ദേഹത്തിൻ്റെ മകൻ അയക്കുന്ന ബെൽഷസ്സാർ ഭരിച്ചത് 553 മുതൽ 539. അതിനുശേഷമായിട്ട് അത് സാമ്രാജ്യം, മീഡോ പേർഷ്യൻ രാജ്യം BC 538 ഡാരിയസ് എടുക്കുകയും ആ വർഷം തന്നെ സൈറസ് 532. ഈ സൈറസിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ വായിച്ചു. യെശയ്യാ പ്രവചനം 44-ാം അധ്യായത്തിൻ്റെ 28 മുതൽ 45 അധ്യായത്തിൽ 4 വരെയുള്ള വാക്യങ്ങൾ ഈ സൈറസ് ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ യെശയ്യാവിൽ കൂടി ദൈവം പറഞ്ഞു, ഞാൻ എൻ്റെ സൈറസ്, എൻ്റെ മകൻ, അവൻ എൻ്റെ ജനത്തെ വിടുവിക്കുമെന്ന്. അപ്പോൾ ഈ യഹൂദന്മാരുടെ ഈ മടങ്ങി വരവ് ഈ BC 538.
ആദ്യത്തെ ഗ്രൂപ്പ് പോകുന്നത്, ഈ കൽപ്പന പുറപ്പെടുവിക്കുന്നത് 538, ആദ്യത്തെ ഗ്രൂപ്പ് 536, ആദ്യത്തെ ഗ്രൂപ്പ് പോകുന്നത് കമാൻഡ്, ഈ ബിൽഡ് ചെയ്യാനുള്ള കമാൻഡ് കൊടുക്കുന്നത് BC 445. ഒന്നുകൂടെ ഒന്ന് പറയാം. ആദ്യമേ യെരുസലേമിനെ കീഴ്പ്പെടുത്തുന്നത് 606, ബെൽഷസാർ 553, ദാരിയസ് 538. അത് കഴിഞ്ഞിട്ട് ദാനിയേലിന് ഈ കാര്യങ്ങൾ മനസ്സിലാകുന്നത് ഫസ്റ്റ് ഇയർ ഓഫ് ഡാരിയസ്, അത് 538. ആദ്യത്തെ ഗ്രൂപ്പ് ഈ അവിടുന്ന് ബാബിലോണിയ പ്രവാസത്തിൽ നിന്ന് യെരുസലേമിലേക്ക് മടങ്ങുന്ന 536. അത് കഴിഞ്ഞ് ഈ പട്ടണം പണിയാൻ വേണ്ടി നെഹമ്യാവിനെ അയക്കാനുള്ള കമാൻഡ് കൊടുക്കുന്നത് BC 445. ഇവിടുന്ന് നിർത്താൻ പോവാണ്. നമ്മൾ ഒത്തിരി ഡേറ്റൊക്കെ പറഞ്ഞു. ഇതൊക്കെ മനസ്സിലായ എല്ലാവരും കൈ കാണിച്ചത് മനസ്സിലായെങ്കിൽ, അല്ലെങ്കിൽ ഒന്നുകൂടെ പറയാം. ഇത് കുറച്ചുകൂടെ കഴിയുമ്പോഴേ നിങ്ങൾക്ക് ഇതിൻ്റെ പൂർണ്ണ അർത്ഥം മനസ്സിലാകത്തുള്ളൂ. ഐ എം ട്രൈങ് ടു ബിൽഡ് ദിസ് കേസ്. ഓക്കെ, ഇനിയും എന്തിനാ ഇതെല്ലാം പറഞ്ഞതിനാണെന്ന് അറിയാവോ? 25-ാം വാക്യത്തിലേക്ക് മടങ്ങി വരിക. 9:25, ദാനിയേൽ 9:25. യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ യേശു വന്ന് താൻ ഛേദിക്കപ്പെടുന്നതിന് എത്ര വീക്ക് എന്നാണ് പറഞ്ഞത്? 62 വീക്ക്, 62 ആഴ്ചകൾ. ഓക്കെ, അപ്പോൾ ഈ കൽപ്പന എന്നാ പുറപ്പെട്ടത്? എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തെന്ന് പറഞ്ഞ് കൽപ്പന എന്നാ പുറപ്പെട്ടത്? കൽപ്പന എന്നാ കൊടുത്തത്? ഈ വീഥികളും ഇതൊക്കെ പണിയാനുള്ള കൽപ്പന BC 445. BC 445. ഓക്കെ, അപ്പോൾ 445 ഈ കൽപ്പന കൊടുത്തെങ്കിൽ അടുത്ത 7 ആഴ്ച കൊണ്ട് ഈ നഗരം പണിയണം. അതിൻ്റെ കൂടെ 62 ആഴ്ചയും കൂടെ കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? യേശു ക്രിസ്തു വരണം. അപ്പോൾ 62-ഉം 7-ഉം 69 വീക്ക്. 445 BC 445 തുടങ്ങി കൂട്ടുമ്പോൾ, ആരംഭിക്കുമ്പോൾ അതിനുശേഷമായിട്ട് 69 ആഴ്ചകൾ കഴിയുമ്പോൾ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടണം. ഇതിന് പ്രകാരം അല്ലേ? അത് ശരിയാണോ? ഞാൻ പറഞ്ഞത് മനസ്സിലായി ഇത്ര നേരം? ഇതിനനുസരിച്ച് ഈ നമ്മൾ വായിച്ചതനുസരിച്ച് കൽപ്പന പുറപ്പെട്ടത് 445, 69 വർഷം കഴിയുമ്പോൾ, 69 ആഴ്ചകൾ കഴിയുമ്പോൾ യേശു ക്രൂശിക്കപ്പെടണം. അപ്പോൾ എത്ര ആഴ്ചകളുണ്ട് ഒരു വർഷത്തിന്? ഒരു മാസത്തിന് 52. അപ്പോൾ 69 ആഴ്ചകളിൽ എത്ര വർഷമുണ്ട്? 69 ആഴ്ചകളിൽ എത്ര വർഷമുണ്ട്? 52 ആഴ്ചകളുണ്ട് ഒരു വർഷത്തില്. അങ്ങനെയാണെങ്കിൽ 69 2 വർഷത്തിനേക്കാളും കുറവാണല്ലേ? അതെ, അത്രയും സംഭവിച്ചാൽ മതി. വേറെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പറയണ്ട. നിങ്ങൾ കാൽക്കുലേറ്ററൊക്കെ വെച്ച് കൂട്ടിക്കുമോ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ ഈ കണക്കനുസരിച്ച് ഈ നഗരം പണിയാനുള്ള, യെരുശലേം പണിയാൻ ഉള്ള കൽപ്പന പുറപ്പെടുവിച്ചതിന് ശേഷം 2 വർഷത്തിനുള്ളിൽ യേശു ക്രിസ്തു വന്ന് താൻ ക്രൂശിൽ മരിക്കണം. ഇതനുസരിച്ച് പറയുകയാണെങ്കിൽ അത്രയും നിങ്ങൾ സമ്മതിക്കുമോ? മനസ്സിലായോ? അത്രയും കിട്ടുന്നില്ലല്ലോ. ആരെങ്കിലും ഒന്ന് പറഞ്ഞാലോ? നിങ്ങൾ മനസ്സിലായോ പറഞ്ഞത്? ഒന്നും കൂടി. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞത് നമുക്ക് 9-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിലേക്ക് വീണ്ടും വരാം. അതാണ് ഇതിന്റെ ആധാരവാക്യം. യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുവിക്കുന്നത് മുതൽ അഭിഷക്തനായ പ്രഭു വരെ 7 വട്ടം 62 ആഴ്ചവട്ടം. ആ സമയത്താണ് കഷ്ടങ്ങളും പ്രയാസങ്ങളുമായിട്ട് അതിൻ്റെ 26-ാം വാക്യത്തിൽ 62 ആഴ്ചവട്ടം കഴിഞ്ഞ് അഭിഷക്തൻ ഛേദിക്കപ്പെടും. ഇതെല്ലാം അപ്പൊ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇപ്പോൾ എവിടാണ് ഈ ആൾക്കാരെ? ഇവരെ ബാബിലോണിയൻ പ്രവാസത്തിലാണ്. ബാബിലോണിയൻ പ്രവാസത്തിൽ ദാനിയേൽ കാണുന്ന സ്വപ്നം
ഏത് വർഷമാണെന്ന് എഴുതിയിട്ടുണ്ട്. മേദ്യനായ ദാരിയേശൻ്റെ 1-ാം വർഷത്തെ ഭരണം, അത് BC 538. ആ സമയത്താണ് തനിക്ക് ദർശനം കിട്ടുന്നത്. അത്ര എല്ലാവർക്കും മനസ്സിലായല്ലോ. ആ ദർശനം കിട്ടുമ്പോൾ ദർശനത്തിൽ പറയുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 25-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, കൽപ്പന പുറപ്പെടുവിക്കുന്നത് മുതൽ 69 ആഴ്ച, കൽപ്പന പുറപ്പെടുവിച്ചതിന് ശേഷം 65 ആഴ്ചയാകുമ്പോൾ മശിഹ വന്ന് കൊല്ലപ്പെടും. അപ്പം എന്നാ കൽപ്പന പുറപ്പെട്ടതെന്നാണ് ഞാൻ ഇവിടെ കാണിച്ചത്, BC 445. അപ്പം BC 445 കൽപ്പന പുറപ്പെട്ടു ഇത് ബിൽഡ് ചെയ്യാനും. അവിടെ മുതൽ നമ്മൾ 69 വീക്ക് കൂട്ടിയിട്ട് അതിൻ്റെ അവസാനമാകുമ്പോഴത്തേക്ക് കർത്താവ് വരണം, ഈ പ്രവചനം അനുസരിച്ച്. അങ്ങനെയാണെങ്കിൽ BC 443 ആകുമ്പോഴത്തേക്ക് കർത്താവ് വന്ന് കൊല്ലപ്പെടണം, അല്ലേ? അത്ര മനസ്സിലാകും. ഇത് ഇത്ര മനസ്സിലായെന്ന് നിങ്ങൾ 2 വർഷം കൊണ്ട് ആണെങ്കിൽ 443 ആകുമ്പോൾ കർത്താവ് വരണം, മരിക്കണം. എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം കർത്താവ് വന്നതും മരിച്ചതും AD 30. അപ്പോൾ എന്തോ സംഭവിച്ചു ഇവിടെ. അപ്പോൾ എന്തോ ഒരു കണക്കിൽ എന്തോ ഒരു കുഴപ്പം. ദൈവത്തിൻ്റെ വചനം ഒരിക്കലും തെറ്റല്ല. ഒരു കണക്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആഴ്ചകൾ എന്ന് പറയുന്നത് വർഷങ്ങളാണ്. അത് ആഴ്ചകളല്ല, അത് വർഷങ്ങളാണ്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് 443 ഈ ആഴ്ച പ്രകാരം കർത്താവ് വരുന്നില്ലാത്തതൊരു കാരണം, ഇവിടെ പറഞ്ഞിരിക്കുന്ന 70 ആഴ്ചകൾ എന്ന് പറയുന്നത് 7 ആഴ്ചകളുള്ള 70 സംവത്സരങ്ങളാണ്. 7 ആഴ്ചകളുള്ള 70 സംവത്സരങ്ങൾ. അതാണ് ഇതിൻ്റെ മിസ്റ്ററി. നിങ്ങൾക്ക് വായിക്കുന്നവർക്ക് മനസ്സിലാകത്തിൻ്റെ കാര്യം അതുകൊണ്ടാണ്. അപ്പം ഇതുകൊണ്ട് ഞാനിവിടെ ഇന്നുകൊണ്ട് നിർത്തുകയാണ്. ഇനിയും കൂടുതൽ പോയാൽ നിങ്ങൾക്ക് അധികമായിട്ട് ഇത് മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ പറഞ്ഞ് നിങ്ങളുടെ കുറച്ച് കൺഫ്യൂഷൻ മാറ്റിയിട്ട് അടുത്ത ആഴ്ച നിങ്ങളിതെല്ലാം പോയി വായിച്ചിട്ട് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ മനസ്സിലാകും. ഇത് നമ്മൾ മുഖാമുഖമായിട്ടൊരു ക്ലാസ്സിൽ ഇരുന്ന് കാണുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാക്കി പഠിപ്പിക്കാമായിരുന്നു. എന്നാൽ അതുകൊണ്ട് നമ്മൾ പതിയെ പോകാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് നമുക്കൊന്ന് ചിന്തിക്കുക. എന്താണ് നമ്മളിന്ന് പഠിച്ചത്? ഇന്ന് നമ്മൾ പഠിച്ചത് ദാനിയേൽ പ്രവചനത്തിൻ്റെ 9-ാം അധ്യായത്തിൽ ദാനിയേലിന് ദൈവം കൊടുത്ത ഒരു വെളിപ്പാട്. ആ വെളിപ്പാടിൻ്റെ പേരെന്തുവാണ്? ദർശനത്തിൻ്റെ പേരെന്തുവാണ്? വിഷൻ ഓഫ് ദ 70 വീക്സ്. 70 ആഴ്ചവട്ടത്തെ കുറിച്ചുള്ള ദർശനം. അത്ര എല്ലാവർക്കും മനസ്സിലായല്ലോ. ആ 70 ആഴ്ചവട്ടത് ഇപ്പം ഞാൻ പറയാം. നമ്മളീ പഠിച്ച ഈ ഹിസ്റ്റോറിക്കൽ നമ്പേഴ്സിൽ നിന്ന് ഈ പറഞ്ഞ BC എല്ലാം പഠിച്ചതിൽ നമുക്ക് മനസ്സിലായി ഈ 70 ആഴ്ചവട്ടം എന്ന് പറയുന്നത് 70 ആഴ്ചവട്ടമല്ല, അതിന് പിമ്പിൽ വേറൊരു മർമ്മമുണ്ട്. ആ മർമ്മം എന്താണെന്ന് അടുത്ത ക്ലാസ് ഞാൻ പഠിപ്പിക്കാം. അതിനു മുമ്പായിട്ട് നമ്മൾ മനസ്സിലാക്കിയത്, ദാനിയേലിനോട് ഈ ദർശനം കൊടുക്കുമ്പോൾ ദൈവം വെളിപ്പെടുത്തുന്നത്, ദാനിയേലേ, നീ ചോദിച്ചു, ഞങ്ങളിപ്പോൾ ബാബിലോണിലാണ്, മേദ്യ പേർഷ്യ രാജാക്കന്മാർ ഞങ്ങളെ ഭരിക്കുന്നു, യിരെമ്യാ പ്രവചനത്തിൻ്റെ പ്രവചനപ്രകാരം ഞങ്ങളിപ്പോൾ ഇവിടുന്ന് പോകേണ്ട സമയമായി, ഞങ്ങൾ എന്ന് പോകും, ഞങ്ങൾ എന്നിനി യെരുശലേം പണിയും, എന്ന് ഈ രാജ്യം, ഞങ്ങളെ കീഴ്പ്പെടുത്തി വച്ചിരിക്കുന്ന ഈ ലോകരാജ്യങ്ങൾ അവസാനിക്കും എന്ന് ദാനിയേൽ ചോദിച്ചപ്പോൾ അതിന് മറുപടിയാണ് പറഞ്ഞത്, ദാനിയേലേ, 70 ആഴ്ച കൊണ്ട് ഇതെല്ലാം നടക്കും. അത് എവിടാണ് 70 ആഴ്ചയുടെ തുടക്കം? 70 ആഴ്ച തുടങ്ങുന്നത് നഗരം പണിയാൻ ഉള്ള കൽപ്പന പുറപ്പെടുന്നത് മുതൽ ഉള്ള 70 ആഴ്ചകൾ. ആ നഗരം പുറപ്പെടാനുള്ള കൽപ്പന ഈ BC 445 കൊടുത്തത്. അതിനുശേഷമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, യെരുശലേം പണിയപ്പെട്ടു, ആ നഗരങ്ങൾ പണിയപ്പെട്ടു, കർത്താവ് വന്നു, കർത്താവ് ക്രൂശിക്കപ്പെട്ടു. അതിനുശേഷം റോമൻ സാമ്രാജ്യം വന്ന് വീണ്ടും ആ മന്ദിരവും ഇത് നശിപ്പിച്ചു. ഇതെല്ലാം നമുക്കറിയാം ചരിത്രത്തിൽ. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മർമ്മപ്രകാരം പറഞ്ഞാൽ 69-ാമത്തെ ആഴ്ചവട്ടം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു കാലയളവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 70-ാമത്തെ
ആഴ്ചവട്ടം ഇതാ വീണ്ടും വരുന്നുണ്ട്. ആ 70-ാമത്തെ ആഴ്ചവട്ടത്തിൻ്റെ കാര്യം ഇവിടെ നമ്മൾ വായിച്ചു. പിന്നെ 27-ാം വാക്യത്തിൽ അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമം ഉണ്ടാക്കും. ആഴ്ചവട്ടത്തിൻ്റെ മധ്യത്തിൽ അവൻ ഹനനയാകും ഭോജനയാകും എല്ലാം കളയും എന്നുള്ളത് 70-ാമത്തെ ആഴ്ചയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. അടുത്ത ആഴ്ച ഞാനിത് വീണ്ടും ഇത് തന്നെ ഒന്നുകൂടെ പഠിപ്പിക്കാം. ഇത് തിരിച്ചും മറിച്ചും നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ആഴ്ചകൾ. പിന്നെ എന്താണ് ഈ ആഴ്ചകളുടെ മർമ്മം എന്നും അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിപ്പിക്കാം. അപ്പോൾ ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയം ഇത്രയേ ഉള്ളൂ. ദാനിയേലിനോട് കർത്താവ് പറഞ്ഞ ആ പ്രവചനം, അതിൻ്റെ 69 ആഴ്ച വരെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നടന്നു കഴിഞ്ഞു. ഇനിയും അവസാനത്തെ ആഴ്ചയാണ് 70-ാമത്തെ ആഴ്ചയിൽ എന്ത് നടക്കുമെന്നുള്ള കാര്യവും നമ്മളിവിടെ വായിച്ചു കഴിഞ്ഞു. അത് വരാൻ പോകുന്നതാണ്. എന്നാൽ ഈ സമയം മാത്രം ഒന്നും പൊരുത്തപ്പെടുന്നില്ല. BC 445 വെച്ച് 70 ആഴ്ചകളെക്കുറിച്ച് പറഞ്ഞായിരുന്നെങ്കിൽ 2 വർഷമേ ഉള്ളൂ. BC 443 ഇതെല്ലാം നടക്കണമായിരുന്നു. അത് നടക്കാനതിൻ്റെ കാരണം ആഴ്ചകൾ എന്നുള്ളത് ഒരു സിംബോളിക്കാണ്, ഒരു മർമ്മമാണ്. അതിൻ്റെ പിന്നിൽ ഉള്ളത് എങ്ങനെയാണ് ദൈവവചനം, അതിലെന്തെങ്കിലും തെറ്റുണ്ടോ ഇല്ലയോ എന്ന് തോന്നത്തക്ക രീതിയിൽ നമുക്ക് തോന്നും. എന്നാൽ ഒരു തെറ്റുമില്ല. അടുത്ത ആഴ്ച ഞാൻ നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഈ ആഴ്ചകളുടെ അർത്ഥം എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കൈപൊക്കി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇല്ലെങ്കിൽ മതി. താങ്ക് യു. ഈ പ്രവചന വിഷയങ്ങൾ പറയുന്നത് പഠിക്കാൻ വളരെ വലിയ വിഷയങ്ങളാണ്, നല്ല വിഷയങ്ങളാണ്. എന്നാൽ സൂമിൽ ഇതുപോലുള്ള ഓൺലൈനിൽ ഇത് പഠിപ്പിക്കാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ എൻ്റെ മുമ്പിൽ ഇരിക്കുകയായിരുന്നെങ്കിൽ ഇത് പല കാര്യങ്ങളും കുറച്ചുകൂടെ വ്യക്തമായിരുന്നു. ഒന്ന്. രണ്ടാമത്, ഞാനിത് വർഷങ്ങളോളം പഠിച്ച വിഷയങ്ങളാണ്. ഇത് ഒരാഴ്ച കൊണ്ടോ ഒരു ക്ലാസ് കൊണ്ടോ ഇത് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. മറ്റൊന്നും കിട്ടില്ല. നമ്മുടെ മനസ്സിൻ്റെ വികാസം അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇത് അനേക പ്രാവശ്യങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ഇത് നമുക്ക് കൂടുതൽ മനസ്സിലാകും. അതുകൊണ്ട് ആരും നിരാശപ്പെടേണ്ട. ഈ ക്ലാസ് തീരുന്നതിന് മുമ്പ് നിങ്ങളെല്ലാം ഇതിനകത്തല്ല 1ാം ക്ലാസ്സായിട്ട് മനസ്സിലാക്കുക. അതിന് യാതൊരു സംശയവും ഇല്ല. വായിക്കുന്ന പോലെ ഇപ്പോൾ നമ്മൾ അല്പമായിട്ട് മനസ്സിലാക്കുന്നു, അന്ന് നമ്മൾ മുഴുവനായിട്ട് മനസ്സിലാക്കുന്നു പറഞ്ഞു. ഈ ക്ലാസ്സിൻ്റെ അവസാനം ആകുമ്പോഴത്തേക്ക് ഇത് മുഴുവൻ നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഇന്ന് രാത്രി കർത്താവ് ഈ വചനത്താൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് ദൈവം അടുത്ത കാഴ്ചയിൽ വീണ്ടും കാണാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് സഹായിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കുവാൻ കർത്താവ് സഹായിച്ചല്ലോ. താൻ ഒരു പ്രൊഫസറാണ് ഒക്ലഹോമ യൂണിവേഴ്സിറ്റിയിൽ. അതിൻ്റെതായ പക്വതയും ഒക്കെ നമ്മുടെ ക്ലാസ്സുകളിലുമുണ്ട്. അതുപോലുള്ള ദൈവദാസന്മാരെയൊക്കെ നമുക്ക് ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസൻ വളരെ ഹാർഡ് വർക്ക് ചെയ്ത്, വളരെ ഹോംവർക്ക് ചെയ്ത് ആണ് ഇത് പഠിപ്പിക്കുന്നത്. നിങ്ങൾക്കൊക്കെ മനസ്സിലാകുന്ന ഭാഷയിൽ ദൈവം അദ്ദേഹത്തെ വീണ്ടും ശക്തമായി സഹായിപ്പാൻ ദൈവം ഇടയാകേണ്ടതിനായിട്ട് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്. പഠിക്കാനും പഠിപ്പിക്കാനും വളരെ പ്രയാസമുള്ളതാണ് ദാനിയേൽ. പ്രയാസം പഠിക്കാനും പഠിപ്പിക്കാനും ഏറ്റവും പ്രയാസമുള്ള സബ്ജക്റ്റാണ്. ഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കർത്താവിന്റെ ദാസനെ ഇന്ന് രാത്രിയിലും ഞങ്ങളുടെ മധ്യേ കൂട്ടിവരുത്തിയത് ഓർത്ത് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം ശക്തീകരിച്ചത് ഓർത്ത് സ്തോത്രം. ഇത് കർത്താവെ കേട്ട എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരേണ്ടതിന് അന്ത്യകാല സംഭവങ്ങളെ കുറിച്ച് ഒരു വലിയ കാഴ്ചപ്പാടോടുകൂടി കർത്താവെ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ കാൽച്ചുവടുകൾ മുമ്പോട്ട് വയ്ക്കുവാൻ കർത്താവ് സഹായിക്കുന്നത് ഓർത്ത് സ്തോത്രം. അത് മനസ്സിലാക്കി തന്ന കർത്താവിന്റെ ദാസനെ അനുഗ്രഹിക്കണമേ. ഇത് അനേകർക്ക് കർത്താവെ വിളമ്പുവാൻ കർത്താവ് തന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക കർത്താവ്. ഏറിയ നാൾ കഴിഞ്ഞിട്ട് കർത്താവ് അത് തിരികെ വരുമെന്ന് പറയുന്ന പോലെ താൻ വിതയ്ക്കുന്നതായി വചനമൊക്കെ ഏറ്റവും അനുഗ്രഹമായി അടുത്ത തലമുറയ്ക്കൊക്കെ ഒരു അനുഗ്രഹമായി തീരേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രത്യേക തനിക്ക് കൊടുത്ത അനുഗ്രഹിക്കപ്പെട്ട ജ്ഞാനത്തിനായി സ്തോത്രം. ഇത് അനേകർക്ക് വ്യാപാരം ചെയ്യുവാൻ ദൈവം ഇടയാക്കണമേ കർത്താവേ. ഇത് ഇന്ന് കേട്ട എല്ലാവർക്കും, പിന്നീട് ഇത് യൂട്യൂബിൽ കേൾക്കുന്നവർക്ക്, സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്നവർക്ക് എല്ലാം
ഒരു അനുഗ്രഹമായി വരേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേക തന്റെ കുടുംബത്തിനായി, സഭയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം സഹായിക്കണം, എല്ലാവിധ നന്മകളാലും നിറയ്ക്കണം. പ്രത്യേക തനിക്ക് അനുഗ്രഹിക്കപ്പെട്ട പീസിനാക്കിലൊക്കെ പോയി പങ്കെടുക്കുവാൻ ദൈവം ഇടയാക്കിയല്ലോ. നടത്തിയ എല്ലാ വഴികൾക്കായും സ്തോത്രം. കർത്താവ് തന്ന നല്ല സമയങ്ങൾക്കായി സ്തോത്രം. ഇന്ന് വളരെ ഉത്സാഹത്തോടെ ഞങ്ങളുടെ ക്ലാസ്സുകളിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കണം, സകല മാനവും മഹത്വം എടുക്കണം, യേശുവിന്റെ നാമത്തിൽ തന്നെ. സാറ് തന്നെ ആശീർവാദം പറഞ്ഞാട്ടോ. ഹവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കൂടെ ഇന്നും മുതൽ എന്നേക്കും കർത്താവിന്റെ വരവോളം എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് നമ്മുടെ മുഖാന്തരം നമുക്ക് ദൈവത്തിന് സ്തോത്രം. കർത്താവേ വരണമേ. താങ്ക് യു. നാളെ വൈകിട്ട് ദൈവം സഹായിക്കട്ടെ. നാളെ വൈകിട്ട് നമ്മുടെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. മാത്യു പി തോമസ് നാളത്തെ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ടവരും ജോയിൻ ചെയ്യുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു.